ഹായ് ഹലോ. അപ്പം ഞാനും മോളും കൂടി ഇന്ന് മോളുടെ മൂക്കിലൊരു അഡിനോയിഡിൻ്റെ പ്രശ്നമുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 1 ഇയർ ബാക്ക് നമ്മൾ മെഡിസിൻ എടുത്തായിരുന്നു, പക്ഷെ കുറവില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനും മോളും കൂടി നമ്മുടെ കുട്ടനല്ലൂർ നല്ലൊരു ENT ഡോക്ടർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാണാൻ പോട്ടെ. അപ്പോൾ പോണ വഴിക്ക് ഞാൻ കുറച്ച് മുല്ലപ്പൂ മേടിച്ചു. കാരണം വണ്ടിയിൽ വിഷ്ണുമായുടെ വിഗ്രഹം ഉണ്ടല്ലോ, അപ്പോൾ അതിന് വെക്കാനായിട്ട് കുറച്ച് ദിവസമായി പൂ വെച്ചിട്ട്. അപ്പോൾ പിന്നെ നമ്മൾ നേരെ പോകുമ്പോൾ നല്ല മഴയുണ്ട്. പിന്നെ അതുപോലെ നമ്മുടെ ആമ്പല്ലൂർ ഭാഗത്ത് നല്ല ബ്ലോക്കും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനും മോളും പോകുന്ന വഴിക്ക് അവർ രണ്ടുപേരും കൂടി ആ ചേട്ടനായിട്ട് എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അവള്. അങ്ങനെ ദേ ഓട്ടോറിക്ഷയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര ക്ഷീണമുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ നേരെ കുട്ടനല്ലൂർ ഹോസ്പിറ്റലിലെത്തും. അധികം ഇല്ല കേട്ടോ, അതൊരു ENT സ്പെഷ്യലിസ്റ്റാണ്. അപ്പം നമ്മളവിടെ ചെന്ന് നേരെ പ്രിസ്ക്രിപ്ഷൻ എടുത്ത് നേരെ ഡോക്ടറെ കണ്ട് അതിനുശേഷം നേരത്തെ മെഡിസിൻ മേടിക്കാൻ നിൽക്കുക കേട്ടോ. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ നോക്കുമ്പോൾ മോൾ എന്തൊക്കെയോ ബുക്ക് എടുത്ത് നോക്കുന്നുണ്ട്, പിന്നെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവൾക്കൊരു 85% അഡിനോയിഡിൻ്റെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു 1 മന്തിന് മെഡിസിൻ തന്നു. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ സർജറി വേണമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ സർജറി ഇല്ലാണ്ടിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. പിന്നെ നേരെ ഇനി അവിടുന്ന് നേരെ വീട്ടിലോട്ട് പോവാണ്. വീട്ടിൽ ചെന്നിട്ട് ഏട്ടൻ വരുമ്പോഴേക്കും വല്ല ചായക്ക് വല്ല കടിയൊക്കെ ഉണ്ടാക്കണം. പിന്നെ മുകളിൽ മരുന്നും മേടിച്ചു. അങ്ങനെ വീട്ടിൽ വന്ന് കുറച്ച് മാവ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്ത് മസാല ദോശ ഉണ്ടാക്കാമല്ലോ എന്ന് വെച്ചിട്ട് ദോശയ്ക്ക് ആദ്യം പരട്ടി കുറച്ച് വെളിച്ചെണ്ണയൊക്കെ തൂകി, പിന്നെ ഞാൻ മസാല ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അതും ഒഴിച്ച് അങ്ങനെ മസാല ദോശ ഏകദേശം ഇപ്പോൾ റെഡി ആവും കേട്ടോ. അങ്ങനെ അതേ മസാലയൊക്കെ ഇട്ടു. പിന്നെ എന്നും പറയുന്ന പോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ പിന്നെ ഞാനിതേ ഒരു 2 മസാല ദോശ ഉണ്ടാക്കിയിട്ട് ബാക്കി മോള് ട്യൂഷന് പോയി. അപ്പോൾ മോൾക്ക് വന്നിട്ട് ഉണ്ടാക്കാമല്ലോ എന്ന് വെച്ചിട്ട് ബാക്കി മസാല ദോശ ഞാനിനി വന്നിട്ടേ ഉണ്ടാക്കുള്ളൂ കേട്ടോ. പിന്നെ അതുപോലെ നിങ്ങളുടെ നാട്ടിലൊക്കെ നല്ല മഴയുണ്ട്. ഇവിടെയൊക്കെ ഇന്നും തൊട്ട് നല്ല മഴയുണ്ട് കേട്ടോ. തൃശ്ശൂർ ജില്ലയിലൊക്കെ ഇന്നും തൊട്ട് നല്ല മഴയുണ്ട്. ഇന്നും ഇന്നലെയൊക്കെ ആയിട്ട് നല്ല മഴയാണ്. അപ്പോൾ ഇതിനു മുന്നേ അത്ര മഴയുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ. ബൈ.